ഹലോ ഗൈസ്, നിങ്ങൾ ഇടിമുട്ടാന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടാലും ഇല്ലെങ്കിലും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിമുട്ടയാണേ. ആദ്യം തന്നെ ഇഡ്ഡലി തട്ടിൽ ഓരോ കുഴിയിലായിട്ട് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് കോഴിമുട്ട പൊട്ടിച്ച് ഇതിൽ ഒഴിക്കുകയാണ് വേണ്ടത്. പൊട്ടിച്ചൊഴിക്കുമ്പോൾ പതുക്കെ ചെയ്താൽ മതി, ഉണ്ണി പൊട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇത് എവിടെയും തട്ടേ മുട്ട ഒന്നും ചെയ്യാതെ ചെമ്പിലേക്ക് മെല്ലെ ഇറക്കി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള വെള്ളം, ഇത്രയും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. 6-7 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ കോഴിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അത് എടുത്ത് നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ പുറത്തായിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇനി കാര്യം വളരെ സിമ്പിളാണ്. നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇത് അങ്ങനെ തന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുക. 2 ഭാഗവും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ നമ്മുടെ കിട്ടിലൻ ഇടിമുട്ട ഇവിടെ റെഡി ആയിട്ടോ. ഇതിനെ എന്തുകൊണ്ടാണ് ഇടിമുട്ട എന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കഴിച്ചാൽ ചിലപ്പോൾ ഇടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റാ.